ലാൽ പറഞ്ഞതോട് ഞാൻ ഒരു പരിധിവരെ എഗ്രി ചെയ്യുന്നു. പക്ഷേ മനസ്സിലിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കാലങ്ങളിലും അമേരിക്ക ഒരു ഫാക്ടറായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ തമ്മിൽ വലിയ ടെൻഷൻസ് കാസ്കേഡ് ചെയ്യുന്ന സമയങ്ങളിലും അമേരിക്കൻ മധ്യസ്ഥത എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. ഞാനിത് വളരെ ആധികാരികമായിട്ട് പറയാം. അത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള നയം മധ്യസ്ഥത ഇന്ത്യക്ക് സ്വീകാര്യമല്ല എന്നാണെങ്കിൽ തന്നെയും ഇത് ഒരു നഗ്ന യാഥാർത്ഥ്യമായിരുന്നു എല്ലാ കാലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് പണ്ട് നടന്നിരുന്ന ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് വിലയിരുത്തിയത് ചില ചോദ്യങ്ങൾ ലാൽ പറഞ്ഞത് വാസ്തവത്തിൽ അത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യങ്ങളാണ്. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അമേരിക്കയുടെ ഈ മധ്യസ്ഥത, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ മധ്യസ്ഥത അമേരിക്ക ഏറ്റെടുത്തത് ഒരു നന്നായി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ യുദ്ധം പോകുന്ന അതും വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. യുദ്ധം പോകുന്ന ആ രീതി കണ്ടിടത്തോളം വലിയ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു സംഭവങ്ങളാണ് നടന്നിരുന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ. ഈ ഒരു യുദ്ധം തുടർന്ന് പോവുകയാണെങ്കിൽ തന്നെയും എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് കാണണമല്ലോ നമ്മൾക്ക്. ഇപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് അല്ല കാണുന്നത്. ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവം പൊട്ടിത്തെറിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ്സ് ആകുന്നില്ല. പിന്നെ നമ്മൾ ചില അനുമാനങ്ങളുണ്ടായിരുന്നു നമ്മളുടെ മനസ്സിൽ ഇത് തുടങ്ങുന്ന സമയത്ത്. പാകിസ്ഥാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചും അത് പലതും പാഴിച്ചുപോയി. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ തിരിച്ചു വരാം ഇതിലോട്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറയാം, ഇത് അമേരിക്കയിലെ കൗൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിൽ ഈ ഇന്ത്യ തെക്കേ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിന്നിരുന്നുള്ള ഒരു തിങ്ക് ടാങ്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, സ്റ്റീഫൻ കോഹൻ. അദ്ദേഹം ഒരു തവണ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇതൊരു 100 years വാർ എന്നാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അപ്പോൾ 100 years വാർ എന്ന് പറഞ്ഞാൽ ഇനി ഏതാണ്ട് 2047 വലിയ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഈ യുദ്ധം തീരാനായിട്ട്. അത് ഒരു എക്സാജറേറ്റഡ് ഫോമിൽ ഞാൻ പറയുന്നതാണ്. ഇതൊരു സമാപ്തിയിലെത്തിയെന്നുള്ളത് എനിക്ക് പറയാൻ വിഷമമുണ്ട്. ഇത് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ അനിമോസിറ്റി, ആൻറ്റാഗണിസം അത് കൈകാര്യം ചെയ്ത രീതികളും 2 കക്ഷികളും കൈകാര്യം ചെയ്യുന്ന രീതിയും കണക്കിലെടുക്കുമ്പോൾ അത് വളരെ വ്യക്തമാവുന്നുണ്ട്. പിന്നെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ആഭ്യന്തര രംഗത്ത് ഇത് എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാണണം. നമ്മൾക്ക് ബാലക്കോട്ടിൻ്റെ അനുഭവമുണ്ട്. അതിൻ്റെ തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ഘടകമായി. അപ്പം ആ രീതിയിലുള്ള ഒരു ഇലക്ടറൽ പോളിറ്റിക്സ് ഇന്ത്യയിൽ ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനെ വിലയിരുത്തേണ്ടി വരും. അതും ഒരു പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തത്. അവർ എന്താണത് അവരോട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉപദേശിച്ചത്, ഏത് രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവരുടെ ഇതിൽ നിന്നും ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇതിലെ ഇന്ത്യയുടെ സ്പോക്സ്മാനായിട്ട് ടെലിവിഷൻ ചാനലുകളിലും ഇൻ്റർനാഷണൽ ലെവലിലും അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് MP ആണ്. അപ്പോഴിത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ, ഇത് ഈ രാഷ്ട്രീയ രംഗത്ത്, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു കരുവായിട്ട് ശ്രമിക്കുകയില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? അവരേത് രീതിയിലാണ് ഇത് കാണുന്നത്? അതോ അമേരിക്കക്കാർ ഇവരുടെ ഉപദേശിച്ചോ മിണ്ടാതിരിക്കുക? കമാന്നൊരക്ഷരം ആരും മിണ്ടിയിട്ടുമില്ല. അപ്പോൾ നമ്മളൊക്കെ എന്താണ്, നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പം വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് പറഞ്ഞു, പാകിസ്ഥാൻ പറഞ്ഞു. അത് ഇന്ത്യയിലൊരു വാർത്തയായതുപോലുമില്ല ഇന്ന് വരെ. ആലോചിച്ച് നോക്കൂ, ഇന്നൊരു വാർത്തയായിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ കണ്ടു, യൂട്യൂബിൽ മുഴുവൻ വന്നിട്ടുണ്ട് അവരുടെ എയർഫോഴ്സിൻ്റെ ബ്രീഫിംഗ്. അത് ആർക്ക് കൊടുത്തത്? ഫോറിൻ മിലിറ്ററി അറ്റാഷേസ്, ഇസ്ലാമാബാദിലുള്ള ബ്രീഫിങ്. അതിലെന്തെല്ലാമാണത് പറഞ്ഞിരിക്കുന്നത്? 46 ഇന്ത്യൻ പ്ലെയിൻസ് രാത്രി
അവർ അണിനിരത്തിയെന്ന് നമ്മൾ അതിർത്തിയിൽ അവരെ ആക്രമിക്കാനായിട്ട്. എന്നിട്ട് അതിർത്തിയുടെ അടുത്തെത്തുമ്പോഴാണ് അവർ കാണുന്നത് പാകിസ്ഥാൻ്റെ എൻ്റയർ എയർഫോഴ്സ് എയറിൽ അവർ മൊബിലൈസ് ചെയ്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് അപ്പുറത്തെ വശത്ത്. എന്നിട്ട് അവരവകാശപ്പെടുന്നത് ഒരു 25 വിമാനങ്ങളെങ്കിലും ഞങ്ങൾക്ക് വെടിവെക്കാൻ താഴെയിടാൻ പറ്റുമായിരുന്നു. പക്ഷേ തുടക്കമായതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല, 5 മാത്രം ഒതുക്കി. ഇവിടെ അത് വാർത്തയായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്ട ഒരു കാര്യമാണ്. ഒരു മെച്യൂർ പവറല്ലേ ഇന്ത്യ, ഒരു എമർജിങ് പവർ എന്ന് പറയുന്നു. ചിലർ അവകാശപ്പെടുന്നു ഒരു സൂപ്പർ പവർ ആകാൻ പോകുന്നു. ഇതിൻ്റെ പെരുമാറ്റച്ചിട്ടകളൊക്കെ എന്താണ്, അതും അവലോകനം ചെയ്യണ്ടേ? പൊതുജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ഒരു ഈ ക്രിക്കറ്റ് കളിക്കുന്ന പോലെയുള്ള ഒരു രംഗമായിട്ട് ഇത് മാറ്റിയിരിക്കുകയായിരുന്നു. അവരൊക്കെ ഇവിടെ കൈയടിക്കുകയും ബഹളവുമാണ്. പത്രങ്ങൾ വരുന്നതും ടെലിവിഷനിൽ വരുന്നതും അതുപോലെ പത്രങ്ങളുടെ മീഡിയയുടെ ഉത്തരവാദിത്വ ബോധം ഒട്ടും കാണിക്കാതെയാണ് മീഡിയ ഇത് ഹാൻഡിൽ ചെയ്തത്. വളരെ ഇമ്മെച്യൂരിറ്റിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞാൽ ഈ സീസ്ഫയർ വന്നത് വളരെ നന്നായി. എന്ത് കാരണത്താലാണെങ്കിലും ആരിടപെട്ടിട്ടാണെങ്കിലും സീസ്ഫയർ വന്നത് നന്നായി എന്നാണ് ശ്രീ എം കെ ഭദ്രകുമാർ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഇത് മാത്രം എടുക്കുന്നു ഇപ്പോൾ ശ്രീ എം കെ ഭദ്രകുമാറിൽ നിന്ന്.